നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലത്തെ സിറ്റുവേഷനിൽ നമുക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ETF, അതുപോലെ തന്നെ ഒരു നല്ല സ്റ്റോക്ക്, ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കണ്ട് കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് മുമ്പ് അപ്പം തീർച്ചയായിട്ടും ഒരു കാര്യം ഓർത്തിരിക്കുക, നമുക്ക് ആദ്യമേ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും നിഫ്റ്റി അതിമനോഹരമായിട്ട് അപ് ട്രെൻഡിലാണ് മൂവ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു നിഫ്റ്റി 2024 ജനുവരി ടു ജൂൺ മാസത്തിൽ നല്ല രീതിയിലൊരു കൺസോൾട്ടേഷന് ശേഷം ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡിലാണ് നിഫ്റ്റി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈയോട് ചേർന്ന് 25,790 എന്ന പോയിന്റിലാണ് ഇപ്പോൾ ലാസ്റ്റ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അതായത് ഓൾ ടൈം ഹൈയോട് ചേർന്ന് തന്നെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ ഏത് ETF-ലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് PSU സെക്ടർ നമുക്ക് നല്ലൊരു വാലുവേഷനിൽ നല്ലൊരു വിലക്കുറവിൽ കിട്ടുന്നുണ്ട്. അപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് PSU സെക്ടർ ഏകദേശം 87-88 എന്ന ഹൈയിൽ പോയതിന് ശേഷം അവിടെ നിന്ന് താഴോട്ട് വന്ന് 73.78 എന്ന് പറഞ്ഞ പ്രൈസിലാണ് ഇപ്പോൾ ലാസ്റ്റ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഏകദേശം ഒരു 87 നിന്ന് 73 ഏകദേശം ഒരു 13-14 രൂപയുടെ കുറവ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് എത്രയാണ്, നമുക്ക് ഏകദേശം ഒരു 10-15% ഇളവിൽ തന്നെ നമുക്ക് ഈ ഒരു ETF ലഭിക്കുന്നുണ്ട്. അപ്പോൾ ETF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു PSU സെക്ടറിൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഒന്നെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ PSU ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ PSU ബാങ്ക് ബീസ് എന്ന് പറഞ്ഞത് ഒരു പർട്ടിക്കുലർ നിപ്പോൺ ഇന്ത്യയുടെ ഒരു ETF ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഞാനതിൻ്റെ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ PSU ബാങ്ക് ബീസിൽ ഒന്നെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. PSU ബാങ്ക് ബീസ് ഞാൻ കാണിക്കാം, കാരണം അത് നിപ്പോൺ ഇന്ത്യയുടെ ETF ആണ്. നിപ്പോൺ ഇന്ത്യ എന്ന പറഞ്ഞ കമ്പനിയാണ് PSU ബാങ്കുകളെല്ലാം പിടിച്ച് ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് 2,501 കോടി രൂപ ഇതുവരെ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ആയിട്ടുണ്ട്. 12 സ്റ്റോക്കുകളാണ് ആ ഒരു ETF-ൽ ഇൻവോൾവ് ആയിട്ട്. 2007 സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഫണ്ട് മാനേജറിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എക്സ്പെൻസ് റേഷ്യോ, ഇയർലി എക്സ്പെൻസ് റേഷ്യോ ആയിട്ട് പോകുന്നത് 0.49% ആണ് ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി അവർ ഈടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രാക്കിംഗ് എററും 0.12%, അത് ചെറിയൊരു ട്രാക്കിംഗ് എറർ തന്നെയാണ്. അപ്പം മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ ഇച്ചിരി എക്സ്പെൻസ് റേഷ്യോ കൂടുതൽ കൊടുക്കേണ്ടത് വരും. അപ്പോൾ നമുക്ക് PSU സെക്ടറിൽ ഒന്നെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഏതെങ്കിലും ഒരു കമ്പനിയുടെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ PSU സെക്ടറിലുള്ള ഏതെങ്കിലും ഒരു ETF സെലക്ട് ചെയ്യാം. അപ്പം അതിൻ്റെ അത് നല്ല മാർക്കറ്റ് ക്യാപിറ്റലുള്ള ഒരു പഴയ ഒരു നല്ലൊരു ETF ആണ് ഞാനിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. PSU ബാങ്ക് ബീസ് പറഞ്ഞു 12 കമ്പനികളുണ്ടെന്ന്. ഈ ഒരു 12 കമ്പനികളിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് എന്തിനാണ് SBIക്ക്, അതിനുശേഷം ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, പഞ്ചാബ് ബാങ്ക്, യൂണിയൻ ബാങ്ക്. അപ്പോൾ ഓരോ കമ്പനിയിലേക്കും നമുക്ക് അതിൻ്റെ വെയിറ്റേജ് കാണാൻ സാധിക്കും. അതായത് നമ്മൾ ഒരു 74 രൂപ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ 33% ഒരു ക്വാണ്ടിറ്റി വാങ്ങിക്കഴിഞ്ഞാൽ അത് SBIയിലേക്കാണ് പോകുന്നത്. ബാക്കി 15% ബാങ്ക് ഓഫ് ബറോഡയിലേക്കും, ബാക്കി 12% കാനറ ബാങ്കിലേക്കും, ബാക്കി 12% PNBയിലേക്ക് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു സേഫ്റ്റി, സെക്യൂരിറ്റി ഒക്കെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും നല്ല ഒരു സ്റ്റോക്ക്, അപ്പോൾ നമ്മളവിടെ പറഞ്ഞു ആ ഒരു ETF-ൻ്റെ അകത്ത്, ആ PSU സെക്ടറിൻ്റെ അകത്ത് നമുക്ക് SBI ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് SBIയുടെ സ്റ്റോക്കിലാണെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിടക്കുന്നുണ്ട്. 900 എന്ന ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ 791 ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും 790 എന്ന റീജിയനിലും ഒരു തവണ റെസിസ്റ്റൻസ് എടുത്ത റീജിയനാണ്, വീണ്ടും ആ ഒരു റീജിയനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം 791 എന്ന റീജിയനിൽ നിന്ന് തീർച്ചയായിട്ടും അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ചു പോകണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിഫ്റ്റി 50-ലുള്ള ഒരു ക്വാളിറ്റിയുള്ള സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ട് ഈ ഒരു റീജിയനിൽ എടുത്തതിന് ശേഷം ഇത് നല്ലൊരു ഡിമാൻഡ് സോണാണ്, കാരണം ഇവിടെയും നല്ലൊരു സപ്പോർട്ട് എടുത്ത സോണാണ്. അപ്പം ആ ഒരു സോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 700-720 എന്ന സോണിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും എമൗണ്ട് ആഡ് ചെയ്ത് ഈ ഒരു സ്റ്റോക്ക് ആവറേജ് ചെയ്ത് നമ്മുടെ ഹൈയിൽ ഹാൻഡിൽ വെക്കാൻ സാധിക്കുന്നതായിരിക്കും. വളരെ സാവധാനത്തിൽ ETF-ലാണെങ്കിലും സ്റ്റോക്കിലാണെങ്കിലും നിഫ്റ്റി 50-ലുള്ള ക്വാളിറ്റി സ്റ്റോക്കുകളിലാണെങ്കിലും എമൗണ്ട് ആഡ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ലോങ് ടൈം ട്രെൻഡ് നോക്കുവാണെങ്കിൽ ഇത് ക്ലിയർ ആയിട്ട് അപ്പ് ട്രെൻഡ് കാണാൻ സാധിക്കുന്നുണ്ട്, ക്ലിയർ ആയിട്ട്. അപ്പം ഈ ഒരു ട്രെൻഡിലേക്ക്, ഈ ഒരു റീജിയനിലേക്ക് വരുവാണെങ്കിലും നല്ല കാര്യമാണ്. ഒരു 700-720 വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഒരുപക്ഷെ വന്നെന്നില്ല, ഒരുപക്ഷെ ഇവിടെ നിന്ന് തന്നെ ബൗൺസ് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജസ്റ്റ് പതുക്കെ ആഡ് ചെയ്ത് മുമ്പോട്ട് പോവുക, നല്ലൊരു ഗ്രോത്ത് ലോങ് ടൈമിലേക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രീമിയം കോഴ്സസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനിവിടെ വാട്സപ്പ് നമ്പർ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുണ്ട്. ആ ഒരു വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കുക, കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.